നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുവാനായി സോനാചരിയും. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെയാണ് ആദ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തൃശൂരിൽ VS സുനിൽകുമാറും വയനാട്ടിൽ ആനി രാജയും മത്സരിക്കും. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനും മാവേലിക്കരയിൽ CA അരുൺകുമാറുമാണ് മത്സരിക്കുന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ 4 പേരുടെ സാധ്യതാ പട്ടിക നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതിൽ അരുൺകുമാറിന്റെ കാര്യത്തിൽ മാത്രമാണ് ചില ജില്ലാ കമ്മിറ്റികൾ മറിച്ചൊരു നിർദ്ദേശമൊക്കെ വന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് സംസ്ഥാന നേതൃത്വം ആ പേരുകളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതീക്ഷ എത്രത്തോളം പങ്കുവെക്കുന്നുണ്ട്? CPIയും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. മുമ്പ് സാധ്യതാ പട്ടിക പുറത്തു വന്ന അതേ പേരുകൾക്ക് മാറ്റമില്ല. ഷഫീദ് റാവുത്തറുടെ വിശദാംശങ്ങളുമായി. ഷഫീദ്, CPI എത്രത്തോളം ആത്മവിശ്വാസം പുലർത്തുന്നുണ്ട്? സാധ്യതാ പട്ടികയിൽ നിന്ന് അണുവിട മാറ്റമില്ലാത്ത പ്രഖ്യാപനമല്ലേ? ഉറപ്പായും ഗോകുൽ, കാരണം നമ്മൾ പ്രതീക്ഷിച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ് CPIക്ക് വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ഇറങ്ങുന്നത്. അതിൽ ഏറ്റവും പ്രധാനം തിരുവനന്തപുരത്തെ പന്ന്യൻ രവീന്ദ്രൻ ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു കേട്ട പേരാണ്. പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കാൻ വിമുഖത കാണിച്ചെങ്കിലും പിന്നീട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള മുതിർന്ന നേതാക്കൾ മണ്ഡലത്തിലെ സാഹചര്യവും അതേപോലെ തന്നെ പന്ന്യൻ മത്സരിക്കേണ്ട ആവശ്യകത അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം വിമുഖത കാട്ടിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയും ചെയ്തു. എന്നാൽ ഒടുവിൽ പാർട്ടി നിർബന്ധിച്ചപ്പോൾ പാർട്ടിയുടെ നല്ല സഖാവായി അദ്ദേഹം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. അങ്ങനെ CPI ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPI മുന്നോട്ട് വയ്ക്കുന്ന തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനാണ്. നമുക്കറിയാം, നേരത്തെ നടന്ന, അതായത് PKയുടെ മരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരം മണ്ഡലത്തിൽ ലോക്സഭയിൽ മത്സരിച്ച് ജയിച്ചിരുന്നു. ആ ആത്മവിശ്വാസം, അറിയില്ല, സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് CPIയെ സംബന്ധിച്ച് ലക്ഷ്യം വെക്കുന്ന രണ്ടാമത്തെ കാര്യം. ഇനി CPIയെ സംബന്ധിച്ച മാവേലിക്കര ചില അനിശ്ചിതത്വങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കൊല്ലം, കോട്ടയം ജില്ലാ കൌൺസിൽ നൽകിയ പേരിൽ CA അരുൺകുമാറിന്റെ പേരില്ല എന്നുള്ളത് സംസ്ഥാന എക്സിക്യൂട്ടീവിനടക്കം വലിയ ചർച്ചയായി. ഒടുവിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് CA അരുൺകുമാർ തന്നെ മത്സരിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. AYFിന്റെ നേതാവാണ്. മാത്രമല്ല കൃഷിമന്ത്രി P പ്രസാദിന്റെ സ്റ്റാഫിലുള്ള വ്യക്തിയുമാണ് CA അരുൺകുമാർ. കായംകുളം സ്വദേശിയാണ്. ഇനി മൂന്നാമത്തെ പേര് തൃശൂരാണ്. തൃശൂരിൽ VS സുനിൽകുമാർ തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു. കാരണം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന, ദേശീയ ശ്രദ്ധ പോലും ആകർഷിക്കുന്ന മണ്ഡലമാണ് തൃശൂർ. അവിടെ ഈ മറ്റു 2 പേരെ നേരിടാൻ ആര് വേണം എന്ന് CPIക്ക് മുൻപിൽ ചോദ്യം ഉയർന്നപ്പോൾ ഒറ്റ പേര് മാത്രമായിരുന്നു മറുപടി. അത് VS സുനിൽകുമാർ ആയിരുന്നു. അങ്ങനെ VS സുനിൽകുമാറിനെ തൃശൂരേക്ക് നിയോഗിച്ചു. ഇനിയുള്ളത് വയനാടാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തിയില്ല എങ്കിൽ സ്വാഭാവികമായും അവിടെ ആര് എന്നുള്ള ചോദ്യം ഉയർന്നു. രാഹുൽ ഗാന്ധി ആണെങ്കിൽ ആനിരാജ എന്നുള്ള പേര് ഏതാണ്ട് ഉറപ്പിച്ചതാണ്. ഒരു വനിതാ പ്രാതിനിധ്യം അടക്കമുള്ള കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് CPI വയനാട്ടിൽ ആനിരാജയെ ഇറക്കുന്നത്. ദേശീയ മുഖം, രാഹുൽ ഗാന്ധിയെ പോലെ ശ്രദ്ധേയമായിട്ടുള്ളൊരു മുഖം എന്നടക്കമുള്ള വിലയിരുത്തൽ CPI സംബന്ധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഗ്രൗണ്ട് ലെവലിൽ ഒരു വർക്ക് നടത്തുമ്പോൾ സ്വാഭാവികമായും അത് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. ഇനി ഇന്ത്യ സഖ്യം അടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി എതിർക്കാൻ ആനിരാജ എന്നുള്ള ചോദ്യം നമ്മൾ ഉന്നയിച്ചതാണ്. അതിന് കോൺഗ്രസ് ആണ് മറുപടി പറയേണ്ടത് എന്നുള്ളൊരു മറുചോദ്യമായിരുന്നു ബിനോയ് വിശ്വം ഉന്നയിച്ചത്. 4 സീറ്റിലും സ്ഥാനാർത്ഥികളായി. നാളെ CPIഎമ്മിന്റെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. ഗോകുൽ, ശരി. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളത്തോടുകൂടി പൂർത്തിയാകും. നാളെ CPIഎമ്മും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഏതായാലും CPIയുടെ 4 സ്ഥാനാർത്ഥികളും ഇന്ന് തന്നെ പ്രഖ്യാപിച്ചു. അവരെല്ലാം തെരഞ്ഞെടുപ്പ് കളത്തിൽ സജീവമാകുകയാണ്. തൃശൂർ ഇത്തവണ LDF പിടിക്കുമെന്നാണ് CPI സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പറയുന്നത്. ഞങ്ങളുടെ പ്രതിനിധി സലീം മാലിക് സ്ഥാനാർത്ഥിയുമായി സംസാരിച്ചു. അതിലേക്ക്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ. സംസ്ഥാനത്തെ അല്ല, രാജ്യത്തെ ആകെ ഒരു ശ്രദ്ധ ഇതിനോടകം തന്നെ തൃശൂർ കേന്ദ്രീകരിച്ച് വരികയും ചെയ്തു. അപ്പോൾ തൃശൂരിലെ സ്ഥാനാർത്ഥിയാണ് VS സുനിൽകുമാർ. ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് തൃശൂർ തിരിച്ചു പിടിക്കുമോ? ഉറപ്പായും തിരിച്ചു പിടിക്കും. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ തന്നെ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും കേരളത്തിൽ ഒതുങ്ങുന്നു. അത് തൃശ്ശൂർ പിടിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ LDFും UDFും ഒക്കെ ഉന്നയിച്ചു കഴിഞ്ഞു. അവിടെ ഏറെ നാൾ മുമ്പേ സുരേഷ് ഗോപി കളം നിറഞ്ഞു കഴിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം തൃശ്ശൂർ മണ്ഡലത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ കരുത്ത് തെളിയിച്ചിട്ടുണ്ട്. ഞങ്ങളെ എല്ലാ മണ്ഡലങ്ങളും MLAമാർ LDF MLAമാരാണ്. അതിലൊരു 90% പഞ്ചായത്ത് ഭരിക്കുന്നതും LDF പ്രതിനിധികളാണ്. അവിടുത്തെ മുനിസിപ്പാലിറ്റി ഒന്നൊഴികെയുള്ളെല്ലാം LDFന്റെ മുനിസിപ്പാലിറ്റിയാണ്. കോർപ്പറേഷൻ LDFന്റെ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ജനപ്രതിനിധികളുടെ എണ്ണത്തിൽ വെച്ച് പരിശോധിക്കുമ്പോൾ തന്നെ ഓൾറെഡി ഞങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം നേടിയിട്ടുള്ള മുന്നണിയാണ് LDFന്റെ മുന്നണി. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നുവെന്നാണ് CPI വയനാട് സ്ഥാനാർത്ഥിയായ ആനി രാജയുടെ പ്രതികരണം.
ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വയനാട് മണ്ഡലത്തിലെ CPIയുടെ സ്ഥാനാർത്ഥി സഖാവ് ആനി രാജ ചേരുകയാണ് 24-നൊപ്പം. സഖാവ് ആനി രാജയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് തെരുവിൽ പോരാടുന്ന ആനി രാജയാണ്. പല സാമൂഹ്യ വിഷയങ്ങളിൽ സ്ത്രീകൾക്കായി ഏറ്റവും ഒടുവിൽ ഗുസ്തി താരങ്ങളുടെ വിഷയത്തിൽ പോലും. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിട്ടാണ് ഒരു പോരാട്ടം? എന്താണ് തയ്യാറെടുപ്പുകൾ? തീർച്ചയായും തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിട്ടാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പോയിട്ടുണ്ട്. അതല്ലാതെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആദ്യമായിട്ടാണ്. സാധാരണക്കാരായ മനുഷ്യരാണ് വയനാട്ടിലുള്ളത്. അവരുടെ കൂടെ നിന്നുകൊണ്ട്, അല്ല ഞാൻ തന്നെ എന്തെങ്കിലും വിപ്ലവം പ്രവർത്തിക്കും, അത് സാധ്യമല്ല. അവരോടൊപ്പം നിന്നുകൊണ്ട് ആ വിഷയങ്ങൾ പഠിക്കുന്നതിനും ആ വിഷയങ്ങളിൽ ഇടപെടുന്നതിനും ഒക്കെയുള്ള ഒരു മുതൽക്കൂട്ടായിരിക്കും എനിക്ക് ഈ ദേശീയ നേതൃത്വത്തിലുള്ള ഈ പ്രവർത്തന പരിചയം. അതേസമയം ദേശീയ തലത്തിലെ കാര്യം പറയുമ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പ്രധാന രണ്ട് പാർട്ടികൾ തമ്മിൽ ഉള്ള മത്സരത്തിനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. അതിൽ രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് നിലവിലുള്ള വിവരം. അത് എന്ത് തരത്തിലുള്ള ഒരു സന്ദേശം, ഒരു തെറ്റായ സന്ദേശം അത് നൽകില്ലേ? ഇല്ല, ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുക എന്നുള്ളത് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും അത് അവരുടെ അവകാശമാണ്, രാഷ്ട്രീയമായിട്ടുള്ള അവകാശമാണ്. ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു പാർട്ടികളും, മതേതര പാർട്ടികളും മതേതര ജനാധിപത്യ പാർട്ടികളും ഒക്കെ തന്നെ അതിനനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. ഇപ്പോ CPIക്ക് ലഭിച്ച 4 സീറ്റുകളിൽ ഒരെണ്ണം ഒരു വനിതയെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. ഇതിൽ തൃപ്തിയാണോ? തീർച്ചയായും 4-1 എന്ന് പറയുന്നിടത്ത് തൃപ്തിയാണോ എന്ന് ചോദിച്ചാൽ പാർട്ടി അങ്ങനെ ഒരു കൺസിഡർ ചെയ്തിരിക്കുന്നു, ഒരു സ്ത്രീയെ പരിഗണിച്ചിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇത്തവണ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് CPI ആണ്. രാഹുൽ ഗാന്ധി ആയിരിക്കും സ്വാഭാവികമെന്ന തരത്തിൽ റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം BJP സ്ഥാനാർത്ഥി ഒരു വനിതയായിരിക്കും, ശോഭാ സുരേന്ദ്രന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2 വനിതകളും ഒരു രാഹുൽ ഗാന്ധിയും തമ്മിലായിരിക്കും പോരാട്ടം. അതെങ്ങനെ കാണും? 2 വനിതയല്ല 3 വനിതയല്ല, 3 പേരും അവരവരുടെ രാഷ്ട്രീയമാണ്, ആ രാഷ്ട്രീയമാണ് തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഞങ്ങളുടേത് ഒരു ജനപക്ഷ ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങളായിരിക്കും ഞങ്ങൾ. നന്ദി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികൾ കൃത്യമായി നിരീക്ഷിക്കുന്ന ആളാണ് പ്രധാനമന്ത്രി. കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാല നിർമ്മാണം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് അനുഗ്രഹമാണെന്ന് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടതായി NK പ്രേമചന്ദ്രൻ പറഞ്ഞു. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികളുടെ നിർവഹണം, പൂർത്തീകരണം മാസത്തിൽ എല്ലാ മാസവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്, കൃത്യമായി അത് റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഈ പദ്ധതി തീർച്ചയായും നടക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചയായും നമ്മെ സംബന്ധിച്ച് വളരെ വളരെ അനുഗ്രഹീതമാണ്. അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം, ഇതിന്റെ ഗൗരവം വർദ്ധിക്കുന്നു. അരുൺ രാജ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. അരുൺ, നേരത്തെ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ NK പ്രേമചന്ദ്രൻ പങ്കെടുത്തത് നിലവിൽ കൊല്ലത്ത് കേരളത്തിലൊക്കെ വലിയ ചർച്ചയാണ്. RSSനൊപ്പമാണ് NK പ്രേമചന്ദ്രന്റെ മനസ്സ് എന്ന തരത്തിൽ CPMന്റെ വിമർശനം പണ്ട് തൊട്ടേ ഉള്ളതുമാണ്. ഈ പ്രസംഗം കൂടിയാകുമ്പോൾ ആ പ്രചാരണം കൂടുതൽ രൂക്ഷമാവില്ലേ? ഗൂഗിൾ അല്പസമയം മുമ്പാണ് ഈ കൊല്ലം കുണ്ട്ര പള്ളിമുക്കിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചത്. ഓൺലൈൻ വഴിയായിരുന്നു ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഈ ഉദ്ഘാടനത്തിൽ ആശംസ അറിയിച്ച ചടങ്ങിലാണ് പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയെ പുകഴ്ത്തി രംഗത്ത് വന്നത്. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികളുടെ നിർവഹണവും പൂർത്തീകരണവും എല്ലാ മാസവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ പദ്ധതി നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതോടെ ഈ പദ്ധതിയുടെ പ്രാധാന്യവും ഗൗരവവും വർദ്ധിക്കുന്നുണ്ട് എന്നുകൂടി NK പ്രേമചന്ദ്രൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. നേരത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന ഘട്ടത്തിൽ തന്നെ പ്രേമചന്ദ്രന് പ്രധാനമന്ത്രി വിരുന്നൊരുക്കിയത് വലിയ രീതിയിൽ ഇടത് കേന്ദ്രങ്ങൾ ചർച്ചയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ഈ ഓരോ പദ്ധതികളും നേരിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഈ പദ്ധതി അതുകൊണ്ട് തന്നെ വൻ വിജയമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന ഉള്ള പ്രഖ്യാപനവും അതിനെ പ്രധാനമന്ത്രിയെ പൂഴ്ത്തുന്ന രീതിയിലുള്ള പ്രേമചന്ദ്രന്റെ പ്രസംഗവും ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടതു കേന്ദ്രങ്ങൾ സജീവ ചർച്ചയാക്കി കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഈ ജില്ലയിൽ നിന്ന് കോൺഗ്രസിന്റെ സമരാഗ്നി കൂടി പ്രവേശിക്കുകയാണ്. ഈ വിഷയം കോൺഗ്രസ് തലത്തിൽ കൂടി ചർച്ചയാക്കാനാണ് നിലവിൽ ഇടതു കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്.
ശരി, ഏതായാലും കൊല്ലത്ത് വീണ്ടും ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് ആരോപണത്തിനുള്ള വഴി തുറക്കുന്നതാണ് ഏതായാലും ആ പ്രസംഗം. അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ, പ്രധാനമന്ത്രിയുടെയൊക്കെ കാര്യക്ഷമതയെ പ്രശംസിച്ചതാണെങ്കിൽ പോലും അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകുമെന്നത് ഉറപ്പാണ്. ആർ അരുൺരാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ കിട്ടിയതിലേക്ക് വീണ്ടും വയനാട്ടിൽ വീണ്ടും കടുവ ഇറങ്ങി. ചെതലയം പാമ്പ്ര എസ്റ്റേറ്റിലാണ് കടുവ എത്തിയത്. തൊഴിലാളികൾ കുരുമുളക് പറിക്കുന്നതിനിടെ ഏണിയുടെ താഴെ വരെ കടുവ എത്തി. എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ആ ദൃശ്യങ്ങളിലേക്ക്. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, പുറത്തിറങ്ങാനാവാത്ത, പണിയെടുക്കാനാവാത്ത, ഒന്നും ചെയ്യാനാവാത്ത സാഹചര്യം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്, ദൃശ്യസഹിതമുള്ള തെളിവാണ്. ഈ കടുവ കണ്ടെത്തിയ പ്രദേശം അല്ലെങ്കിൽ എത്തിയ പ്രദേശത്ത് പരിശോധനയോ നിരീക്ഷണമോ നടക്കുന്ന ഇടമാണോ? നേരത്തെ ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായ ഇടമല്ല മറ്റോ ആണോ? ഗോകുൽ, വയനാട്ടിൽ വീണ്ടും കടുവ ഭീതി അത് രൂക്ഷമാവുന്നു എന്നുള്ളതാണ്. കർണാടക നാഗർഹോള വനമേഖലയിൽ നിന്ന് തുടർച്ചയായി ഈ വയനാടിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ, കേരള കർണാടക അതിർത്തി പ്രദേശങ്ങളിലെ ജനവാസ മേഖലകളിലേക്ക് കടുവ ഇറങ്ങുന്നു എന്നതാണ്. ഇന്നിപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ തൊഴിലാളികൾ പകർത്തിയത്. ചെതലയം പാമ്പ്ര എസ്റ്റേറ്റാണ്, മാനന്തവാടി പ്രദേശമാണ്. ഈ ചെതലയം പാമ്പ്ര എസ്റ്റേറ്റ് വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ഈ പ്രദേശത്ത് ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടി കർണാടകത്തിൽ നിന്നുള്ള തൊഴിലാളികൾ കുരുമുളക് യായിരുന്നു. ആ സമയത്താണ് അവർ മരത്തിൽ കയറിയ ഏണിക്ക് ചുവട്ടിൽ വരെ കടുവ എത്തിയത്. എന്തായാലും 19 തൊഴിലാളികൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. എല്ലാവരും ഭീതിയിലാണ് എന്ന് വേണം പറയാൻ. ആ പ്രദേശത്തെ ഈ പാമ്പ്ര എസ്റ്റേറ്റിൽ കടുവ ശല്യമുണ്ട് എന്നത് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. വനംവകുപ്പ് ഈ കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലും നിരീക്ഷണവും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പ്രദേശത്തെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ കർണാടകത്തിൽ നിന്ന് തുടർച്ചയായി കടുവകൾ എത്തുന്നു എന്നുള്ളതാണ് ഗോകുൽ. ശരി, അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയ. ഏതായാലും ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ചെതലയത്തെ പാമ്പ്ര എസ്റ്റേറ്റിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ CPI സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ മാധ്യമങ്ങളെ കാണും. ഈ വികാരങ്ങളെല്ലാം വെച്ചുകൊണ്ട് കേന്ദ്ര ഭരണാധികാരി വർഗത്തിലെ നയങ്ങൾക്കെതിരായ രാജ്യത്ത് വളർന്നു വരുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇവിടെ പ്രതിപക്ഷ കക്ഷികളെന്ന് പറയുന്ന പാർട്ടി രാജ്യത്ത് പൊതുവിൽ സ്വീകരിക്കുന്ന സമീപനമല്ല കേരളത്തിൽ സ്വീകരിക്കുന്നത്. കേരളത്തിൽ അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം അധികാരത്തിൽ ഇല്ലാത്തതിൻ്റെ വ്യത അത് നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് കാണിക്കുക. കേരളത്തിൽ ലഭിക്കേണ്ട പല കാര്യങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി കേരളത്തിന് ശബ്ദമായി മാറാൻ ഇവിടുത്തെ കഴിഞ്ഞ കാലം ഈ നാട്ടിൽ നിന്ന് വോട്ട് വാങ്ങിപ്പോയ ജനപ്രതിനിധികൾ മുന്നോട്ട് വന്നില്ലെന്നുള്ളത് നമ്മളെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് കേരളത്തിലെ 20 പാർലമെന്റ് സീറ്റുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കണമെന്നുള്ള നാട്ടിൻ്റെ പൊതുവികാരമാണ്. ആ വികാരം തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. തിരുവനന്തപുരത്തെ ജനങ്ങൾ, എനിക്കറിയാം, തിരുവനന്തപുരത്തെ ജനങ്ങൾ സാധാരണഗതിയിൽ നിന്നും ഒരുപാട് ചിന്തിക്കുന്ന ആളുകളാണ്. വിവരമുള്ളവരാണ്, വിവേകമുള്ളവരാണ്, വിജ്ഞാനമുള്ളവരാണ്, വകതിരിവുള്ളവരാണ്. അവർ ഈ നാട്ടിൽ നന്മയുടെ വഴിയിലേക്ക് അവരുടെ വോട്ട് രേഖപ്പെടുത്തുമെന്ന് എനിക്കറിയാം. ഇവിടുത്തെ ജനങ്ങൾ എനിക്ക് നേരിട്ട് ബന്ധമുള്ളതാണ്. കാരണം ഞാനിവിടെ ഒരുപാട് കാലമായല്ലോ തിരുവനന്തപുരത്തിൻ്റെ ജീവിക്കുന്ന ഒരാൾ. ഞാനിവിടെ വന്നതിന് ശേഷം 40 വർഷത്തിലധികമായ തിരുവനന്തപുരത്തിൻ്റെ പൗരനാണ്. ജന്മം കൊണ്ട് കണ്ണൂരാണെങ്കിലും കർമ്മം കൊണ്ട് തിരുവനന്തപുരമാണ്. ഞാൻ എന്നും അവരുടെ കൂടെ ഉണ്ടായിരുന്നു, ഇനിയും അവരുടെ കൂടെ ഉണ്ടായിരിക്കും എന്നും എന്ന കാര്യം ഇവിടുത്തെ എല്ലാ വോട്ടർമാർക്കും ഞാൻ ഒന്നുകൂടി ഉറപ്പ് കൊടുക്കുന്നു. അവരെ കൂടെ അവരിൽ ഒരാളായി ഞാനുമുണ്ടാകും. നമ്മുടെ നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള വഴിയിൽ നമ്മൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് പൊതുവിൽ പറയാൻ. 2005 താങ്കൾ ഇവിടെ MP ആയി ജയിച്ചതാണ്. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് മാറി തിരുവനന്തപുരം മണ്ഡലം. അപ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്താണ് ഈ മണ്ഡലത്തിൽ. അപ്പോൾ ഇതൊരു വലിയൊരു ഉത്തരവാദിത്തമല്ല, ഒരു വലിയ വെല്ലുവിളിയല്ല. അതെങ്ങനെയാണ് താങ്കൾ കാണുന്നത്? തീർച്ചയായിട്ടും വലിയ ഉത്തരവാദിത്തമാണ്, വലിയ വെല്ലുവിളിയാണ്. താങ്കൾ പറഞ്ഞ പോലെ ആ ഉത്തരവാദിത്തവും വെല്ലുവിളിയും ജനങ്ങളുമായുള്ള ബന്ധം കൊണ്ട് തിരുവനന്തപുരത്തെ വോട്ടർമാരിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് പന്ന്യൻ രവീന്ദ്രൻ. മുമ്പ് MP ആയിരുന്ന ഇടമാണ്. ഏതായാലും കഴിഞ്ഞ വർഷത്തെ കണക്കുകളൊന്നുമല്ല, ഇത്തവണ വലിയ വിജയം, വലിയ പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. വിജയപ്രതീക്ഷയോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുകയാണ് പന്ന്യൻ രവീന്ദ്രൻ. ഇപ്പോൾ കിട്ടിയതിലേക്ക് വീണ്ടും വയനാട് മുള്ളൻകൊല്ലിയിൽ കൂട്ടിലകപ്പെട്ട കടുവ കർണാടകയിലെ നാഗർഹോള വനത്തിൽ നിന്നെത്തിയത്. WWL 127 എന്ന ആൺകടുവയാണ് പിടിയിലായത്. 2020-21 ഇതേ കടുവ നാഗർഹോള നാഷണൽ പാർക്കിലെ ക്യാമറ ട്രാപ്പിൽ പതിഞ്ഞിരുന്നു. അരുൺ പാറക്കലുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി.
അരുൺ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ആളുകൾ ഈ വയനാട്ടിൽ ഇത്രയും കടുവകൾ എവിടെ എന്ന് ആശ്ചര്യപ്പെടുന്നുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയല്ലേ ഈ കടുവയുടെ വരവ് എവിടെ നിന്നാണെന്നുള്ള കൃത്യമായ വിവരം? ഗൂഗിൾ ജനങ്ങൾ തുടർച്ചയായി ഇക്കാര്യം ആരോപിക്കുന്നുണ്ട്. അവരുടെ പരാതികൾ വനം വകുപ്പിനെ അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നാഗർഹോള വനമേഖലയിൽ നിന്ന് കേരളത്തിനോട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലേക്ക്, അതായത് കർണാടകത്തിനോട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജനവാസ മേഖലകളിലേക്ക് തുടർച്ചയായി കടുവകൾ കൂട്ടത്തോടെ എത്തുന്നു എന്നൊരു ആദി ഇവർ വനംവകുപ്പ് അധികൃതരോട് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഒരു വിഭാഗം ആളുകൾ നിരാകരിച്ചിരുന്നു, അതിനെ തള്ളിക്കളഞ്ഞിരുന്നു എന്നതാണ്. ഇപ്പോൾ അവർ പറഞ്ഞിരുന്ന പരാതി, അവരുടെ ആദി ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പുറത്തുവരുന്ന ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം മുള്ളൻകൊല്ലിയിൽ ഇന്ന് പിടികൂടിയ ഈ കടുവ അത് കർണാടകത്തിൽ നിന്ന് എത്തിയതാണ്. നാഗർഹോള നാഷണൽ പാർക്കിൽ നേരത്തെ 2020-21 സമയങ്ങളിൽ അവിടുത്തെ ക്യാമറകളിൽ പതിഞ്ഞതാണ്. നാഗർഹോൾ 21 MTK15 എന്ന ID കർണാടകം നൽകിയ ഒരു കടുവയാണ്, ആൺകടുവയാണ് ഇതെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു ഈ കടുവയെ കൂട്ടിലകപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഈ കടുവയെ ഇപ്പോൾ ബത്തേരിയിലെ കുപ്പാടി കടുവ പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ പ്രാഥമിക ചികിത്സ നൽകുന്നുണ്ട്. ഡോക്ടർ അജീഷ് മോഹൻദാസ് വെറ്റിനറി അസിസ്റ്റന്റ് സർജനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ കടുവയെ ചികിത്സിക്കുന്നത്. അതിനുശേഷം കടുവയെ തൃശ്ശൂരിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കോ മാറ്റാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. ഗൂഗിൾ. ശരി, അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വയനാട്ടിലേക്ക് കടുവകൾ എവിടെ നിന്ന് എത്തുന്നു എന്നതിനുള്ള മറുപടിയാണ്, ഉത്തരമാണത്. മുള്ളൻകൊല്ലിയിൽ പിടികൂടിയ കടുവ നാഗർഹോള വനത്തിൽ നിന്നാണ്, കർണാടകയിൽ നിന്ന് എത്തിയതാണ് എന്നതാണ്. അത് നാട്ടുകാരുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലാണ്, സ്ഥിരീകരണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു. ഇനി 100 ന്യൂസിന്റെ സമയമാണ്. പ്രേക്ഷകർക്കൊപ്പം പ്രവിത ലക്ഷ്മി എത്തും. നമസ്കാരം.